Hello, Namaskaram. Welcome to my YouTube channel PV's Pavilion. So, fourth day of second test match against South Africa. നാലാം ദിവസം പിന്നിടുമ്പോൾ വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ ഗ്രാജ്വലി നടന്നു നീങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ആദ്യ ഇന്നിങ്സിൽ 489 റൺസ് സൗത്ത് ആഫ്രിക്ക. അതിൻ്റെ മറുപടിയായിട്ട് ഇന്ത്യ 201 റൺ. അവിടെ തന്നെ ഒരുപാട് ലീഡ് കൺസിഡറായി. അവർക്ക് വേണമെങ്കിൽ ഫോളോ ഓണിന് ഇമ്പോസ് ചെയ്യാമായിരുന്നു ഇന്ത്യയെ, ബട്ട് they decided otherwise and decided to bat. അങ്ങനെ രണ്ടാം ഇന്നിങ്സ് കളിച്ച് അവർ 260 റണ്ണിന് 5 വിക്കറ്റ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. അവർക്ക് നേരത്തെ ഡിക്ലെയർ ചെയ്യാൻ വരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു ട്രിസ്റ്റൻ സ്റ്റബ്സിൻ്റെ ഒരു സെഞ്ചുറി ആകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്താന്നു. യെസ്, ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് മിസ്റ്റർ ട്രിസ്റ്റൻ സ്റ്റബ്സ്. ട്രിസ്റ്റൻ സ്റ്റബ്സ് പല IPL ടീമുകളിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഈസ് എ റെഗുലർ ഫീച്ചർ ഇൻ സൗത്ത് ആഫ്രിക്കൻ ടീം. വൺ ഡേ ആയാലും T20 ആയാലും ടെസ്റ്റ് മാച്ച് ആയാലും ഒക്കെ ഉണ്ടാവുന്ന ആളാണ്. പക്ഷേ ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷമില്ലായിരുന്നു. പക്ഷേ ദിസ് ടൈം ഈ ഇന്നിങ്സിൽ പുള്ളിയുടെ കളി, സ്റ്റബ്സ് ആദ്യ ഇന്നിങ്സിൽ 49 എടുത്തു. 1 റണ്ണിന് അർദ്ധ സെഞ്ചുറി നഷ്ടമായി അദ്ദേഹം ഔട്ടായി. രണ്ടാം ഇന്നിങ്സിലും അതുപോലെ കളിച്ച് വളരെ ഭംഗിയായിട്ട് കളിച്ച് 49 തിരിച്ചിട്ടാൽ എങ്ങനെ 94. അതൊരു കോയിൻസിഡൻസ് ആണ്, ബട്ട് 94 റൺസ് എടുത്തു, ഔട്ടായി. ആദ്യ ഇന്നിങ്സിൽ അർദ്ധ സെഞ്ചുറി തേക്കാനായില്ല, രണ്ടാം ഇന്നിങ്സിൽ സെഞ്ചുറി തേക്കാനായില്ല. ആ വ്യത്യാസമുള്ളൂ. പക്ഷേ ഒരു സ്പ്ലെൻഡിഡ് പ്ലെയർ, വളരെ നന്നായി കളിച്ചു. ഇന്ത്യൻ സ്പിന്നേഴ്സിന് ഇന്ത്യൻ പിച്ചിൽ അവരൊരു ചെറിയൊരു അഹങ്കാരമായിരുന്നു നമുക്ക്. അജയ് ജഡേജ ആയാലും കുൽദീപ് യാദവ് ആയാലും വാഷിങ്ടൺ സുന്ദർ ആയാലും ഇവരൊക്കെ നല്ല ചേതോഹരമായിട്ട് സ്പിൻ ബൗളിംഗ് ചെയ്യും. അങ്ങനെ സൗത്ത് ആഫ്രിക്കയെ ഒരു മൂലക്കിരുത്താമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. സൗത്ത് ആഫ്രിക്ക വാസ് മോർ പ്രിപ്പയർഡ് ദാൻ ഇന്ത്യ, ഐ തിങ്ക്. ഇന്ത്യ 2 മാച്ചുകളിലും ടോസ് തോറ്റു. അതൊരു ഡിസൈഡിങ് ഫാക്ടറാണ്. ബട്ട് യു കനോട്ട് ബ്ലെയിം ഓൺലി ഓൺ ടോസ്. ടോസ് മാത്രമല്ല, ടോസ് ജയിച്ച് അവർ ആദ്യം ബാറ്റ് ചെയ്തു. ബട്ട് നമ്മൾ സെക്കൻഡ് ബാറ്റ് ചെയ്തിരുന്നാലും നമുക്ക് അപ്ലൈ ചെയ്ത് റൺ ഉണ്ടാക്കാമായിരുന്നു. 489 പുറകെ നടന്നൊരു 400 റണ്ണെങ്കിലും ഉണ്ടാക്കണ്ടേ. ഇത് അതിൻ്റെ പകുതി പോലും ഉണ്ടാക്കാനാവാതെ നമ്മൾ ഔട്ടായി കഴിഞ്ഞാൽ വി നീഡ് ടു ബ്ലെയിം ourselves only. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷയമായിട്ട് ഞാൻ കരുതുന്നേയില്ല. ടോസ് മാത്രം നത്തിങ്. ഈവൻ നൗ ഫോർ ദി സെക്കൻഡ് ഇന്നിങ്സ് ദേ മെയ്ഡ് 260 റൺസ്, ഓൺലി 5 വിക്കറ്റ്സ് ഡൗൺ. ഓക്കെ, പക്ഷേ ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? ഇന്ത്യയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 4th ഇന്നിങ്സാണ് കളിക്കുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇന്ന് സൗത്ത് ആഫ്രിക്ക ഭംഗിയായിട്ട് കളിച്ചെടുക്കുന്ന അതേ പിച്ചിലല്ലേ ഇവരിറങ്ങിയത്. പക്ഷേ നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മൾ 2 ഓപ്പണേഴ്സ് 2 ആളും കൂടാരത്തിൽ തിരിച്ചെത്തി. അതായത് യശസ്വി ജയ്സ്വാൾ, അവൻ്റെ മുകളിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഫാസ്റ്റ് സ്കോർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു 6 ഒക്കെ അടിച്ചു, ഒരു അപ്പർ കട്ട് അടിച്ച് ഒരു 6 ഒക്കെ പോയി. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് തന്നെ ഒരു ഡേഞ്ചറസ് ഷോട്ടാണ്. ബട്ട് എനിവേ ഹി മെയ്ഡ് ഇറ്റ്. പക്ഷേ അതുപോലെ തന്നെ 3 പ്രാവശ്യം സ്ഥിരമായിട്ടൊരു സെയിം പാറ്റേണിലാണ് ജയ്സ്വാൾ ഔട്ടാവുന്നത്. അത് ഔട്ട്സൈഡ് ദി ഓഫ് സ്റ്റമ്പ്, വിടുത്തില്ലാത്ത ബോളാണ്. വിടുത്തുണ്ടെന്ന് കരുതി ഇയാൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇയാളെ ബോഡി വെയ്റ്റ് വന്നിട്ട് ബോളിൻ്റെ മുകളിൽ വരുന്നില്ല. ബോഡി വെയ്റ്റ് റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നു. അങ്ങനെ ആ ഒരു പെർഫെക്ഷൻ വരുന്നില്ല. ഇപ്പോഴും അതുപോലെ 13 റൺസ് ഉണ്ടാക്കി അദ്ദേഹം ഔട്ടായി. സോ ചെറിയ ടെക്നിക്സൊക്കെ അവർ ഇത്രയും വലിയ കോച്ചും സംവിധാനങ്ങളും ഉണ്ടായിട്ട് അത് അവർ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു പരിതാപകരമായ ഒരു അവസ്ഥയാണ്.
കോച്ചിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഹെഡ് കോച്ച് ആരാണ്? ഗൗതം ഗംഭീർ. ഓക്കെ, ഗൗതം ഗംഭീറും എൻ്റെ ടീമുമായിട്ട് എന്തോ റിഫ്റ്റ് ഉണ്ടോ എന്ന് ഒരു കരക്കമ്പി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ദി ന്യൂസ് ഈസ്, വാട്ട് ഈസ് ദി റിയാലിറ്റി. അങ്ങനെയാണെങ്കിൽ കോച്ചിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണോ ഇവർ അണ്ടർ പെർഫോം ചെയ്യുന്നത്? അതൊരു ക്വസ്റ്റ്യനാണ്, ആൻഡ് $1 ബില്യൺ ക്വസ്റ്റ്യൻ. എനിവേ, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് യാതൊരു വിശേഷമില്ല അവിടെ. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ അനദർ ഡേ, ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. ഇവരെങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുമോ? പക്ഷേ ആര് പിടിച്ചു നിൽക്കും? ഓപ്പണേഴ്സ് 2 പേരും തിരിച്ചുപോയി. ഇപ്പോൾ ഉള്ളത് നൈറ്റ് വാച്ച്മാനായിട്ട് കുൽദീപ് സിംഗും പിന്നെ 1 ഡൗൺ ആയിട്ട് വന്ന സായ് സുദർശനാണ്. സായ് സുദർശൻ്റെ ഇന്നത്തെ ആ അപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ഹി വാസ് ഗെറ്റിംഗ് ബീറ്റഡ് എവറി ബോൾ. അതിൽ വളരെ പ്രയാസമായിട്ടാണ് അയാൾക്ക് അൺപ്ലേയബിൾ ഡെലിവറീസാണ് മറ്റൊരു കൊടുത്തുകൊണ്ടിരുന്നത്. KL രാഹുലിനെ ഔട്ടാക്കിയത് ഹാർമറാണ് ഔട്ടാക്കിയത്. അതൊരു ടോപ്പ് ഓഫ് സ്പിന്നിൻ്റെ ഒരു മാരകമായ ഒരു ബോളായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ബോളിങ്. അത് അയാളുടെ ഡിഫൻസിനെയൊക്കെ ഒരു മറികടന്നുകൊണ്ട് കുറ്റിതെറിപ്പിച്ച് ആണ് KL രാഹുൽ ഔട്ടായത്. ഓക്കെ, പിന്നെ നൈറ്റ് വാച്ച്മാനായിട്ട് കുൽദീപ് യാദവിനെ വിട്ടിട്ടുണ്ട്. കുൽദീപ് യാദവ് നിന്ന് പൊരുതുന്നുണ്ട്, ബട്ട് ഹീസ് എ സ്പിന്നർ. ഫസ്റ്റ് ഇന്നിങ്സിലും അദ്ദേഹം 134 ഓഡ് ബോൾസ് കളിച്ചു. പിടിച്ചു നിന്നൊരു പ്ലെയർ അതുകൊണ്ടും പിന്നെ ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും നൈറ്റ് വാച്ച്മാൻ ആയിട്ട് വിട്ടത്. നൈറ്റ് വാച്ച്മാൻ എന്നുള്ള വേർഡിന് ഒരു നല്ലൊരു ഹിന്ദി വേർഡ് ഇന്ന് കിട്ടി. കമൻ്ററി കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞ ആകാശ് ശർമ്മയാണെന്ന് തോന്നുന്നു പറഞ്ഞൊരു വേർഡാണ്. അതായത് രാത്രി പ്രഹരി എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ എന്നുള്ള അർത്ഥമുണ്ടല്ലോ. സോ രാത്രി പ്രഹരിയായിട്ട് വന്നത് ആരാണ്? കുൽദീപ് യാദവ്. ഓക്കെ, അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ എല്ലാ മേഖലകളിലും സൗത്ത് ആഫ്രിക്ക നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഫോർഗറ്റബിൾ മാച്ച്. നമുക്കൊന്നും ഇതിനകത്ത് ഓർത്തിരിക്കാനുള്ള ഒന്നുമില്ലാത്ത ഒരു മാച്ചായിപ്പോയി. അവരുടെ സെക്കൻഡ് ഇന്നിങ്സിൽ 260 വിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ എപ്പോഴും അജയ് ജഡേജ എന്നാണ് വരുന്നത്, രവീന്ദ്ര ജഡേജ 4 വിക്കറ്റ് എടുത്തു എന്നുള്ളതിൽ അല്ലാതെ പറയത്തക്ക യാതൊരു വിശേഷവും നമ്മുടെ ബോളിങ്ങിലില്ലായിരുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് ഹൗ മെനി റൺസ് റിക്വയർഡ്? ടോട്ടൽ ഒരു 548 ലീഡാണ് നമുക്ക് തന്നിരുന്നത്. ബട്ട് ഇപ്പോൾ ഈ 500 ഓഡ് റൺസ് ഇനിയും വേണം. ഇപ്പോൾ നമ്മൾ 27 റൺസിൽ 2 വിക്കറ്റ്സ് ഔട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി 525 റൺസ് ഇനിയും വേണം. അപ്പോൾ ഇതൊരു ലാസ്റ്റ് ഡേ ജയിക്കില്ല എന്നുള്ളത് ഉറപ്പായി. ഇത് സമനില പിടിക്കാൻ വേണ്ടി ഇവർ പൊരുതുമോ അതോ അടിയറ വെച്ച് ഔട്ടായി പോയിട്ട് നല്ല 2 മാച്ചിലും തോറ്റിട്ട് സംപൂജനായിട്ട് ഈ ടെസ്റ്റ് ശൃംഖല പര്യവസാനിപ്പിക്കുമോ എന്നാണ് നമ്മുടെ ഒരു പരിഭ്രമവും ആശങ്കയും. ഏതായാലും ഇവർക്ക് ആപ്ലിക്കേഷനോടുകൂടി ബാറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.